എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അല്പസമയം മുമ്പായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന മമ്മൂക്കയുടെ 2025 ആദ്യ വിജയ ചിത്രമായ ഡൊമിനിക്കിന്റെ സക്സസ്ഫുൾ ടീസർ പുറത്തു വന്നത്. ആ ഒരു സക്സസ്ഫുൾ ടീസർ കണ്ട ഓരോ പ്രേക്ഷകനും എടുത്തു ചോദിക്കുകയാണ് മമ്മൂക്ക, എന്തുകൊണ്ട് ഈ ഒരു ടീസർ ആദ്യം ഇറക്കിവിട്ടില്ല? നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്, ഡൊമിനിക്കിന്റെ ആദ്യ ടീസർ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർക്കിടയിൽ നിന്നും സമ്മിശ്ര അഭിപ്രായമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. കാരണം ആ ഒരു ടീസർ ഒരു പതിഞ്ഞ താളത്തിൽ തൊഴിലുന്ന ഒരു ടീസറായിട്ടാണ് പല പ്രേക്ഷകർക്കും അനുഭവപ്പെട്ടത്. പക്ഷേ ഇന്ന് ഡൊമിനിക്കിന്റെ ഭാഗത്തുനിന്നും പുറത്തു വന്ന സക്സസ് ടീസർ വേറെ ലെവൽ തന്നെയായിരുന്നു. ആ ഒരു ടീസർ നേരത്തെ ഇറക്കി വിട്ടിരുന്നെങ്കിൽ പല പ്രേക്ഷകർക്കിടയിലും മികച്ച രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ആ ചിത്രത്തിന് റിലീസിന് മുമ്പ് പ്രേക്ഷകർക്കിടയിൽ ആ ഒരു സ്വാധീനം ചെലുത്താൻ സാധിച്ചിരുന്നെങ്കിൽ ആദ്യ ദിവസം തന്നെ ചിത്രം മികച്ചൊരു കളക്ഷൻ നേടിയേനെ. എന്നാൽ ഇവിടെ സംഭവിച്ചതോ മികച്ചൊരു പ്രൊമോഷനോ കൊടുക്കാതെ പതിഞ്ഞ താളത്തിൽ തുടങ്ങിയ ഒരു ടീസറും പുറത്തുവിട്ട് കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കാത്ത രീതിയിലായിരുന്നു മമ്മൂട്ടി കമ്പനി ഡൊമിനിക്ക് തിയേറ്ററുകളിൽ എത്തിച്ചത്. സംഭവം ശരിയാണ്, ചിത്രം ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ പ്രേക്ഷകർക്ക് ചിത്രം ഇഷ്ടപ്പെട്ടു, സിനിമ സാമ്പത്തികമായി വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു വിജയത്തെക്കാൾ മികച്ചൊരു വിജയത്തിലേക്ക് ഈ ഒരു സിനിമ പോകേണ്ടതായിരുന്നു. മമ്മൂട്ടി കമ്പനിയുടെ പ്രൊമോഷൻ കൊടുക്കാത്ത രീതിയിലുള്ള പിഴവും ഇത്തരത്തിലുള്ള ടീസർ പുറത്തുവിടാത്തതിലുള്ള പിഴവും സിനിമയുടെ കളക്ഷനിൽ ബാധിച്ചിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഓരോ ചിത്രത്തിനും പ്രേക്ഷകർക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്, ഒരു ക്വാളിറ്റിയുണ്ട്, അത് ഇന്നും നിലനിർത്തുന്നുണ്ട്. എന്നാൽ മമ്മൂട്ടി കമ്പനിക്ക് മേലുള്ള പ്രേക്ഷക വിശ്വാസമില്ലായ്മ എന്ന് പറയുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രങ്ങൾക്ക് മികച്ചൊരു റിലീസ് ഉണ്ടാകില്ല, മികച്ചൊരു പ്രൊമോഷൻ ഉണ്ടാകില്ല. ഈ രണ്ട് ഘടകങ്ങൾ കൂടി മമ്മൂക്കയും മമ്മൂട്ടി കമ്പനിയും പോസിറ്റീവ് ആക്കാൻ സാധിച്ചിരുന്നെങ്കിൽ മമ്മൂട്ടി സിനിമകളും മലയാള സിനിമകളും വേറെ ലെവലിലേക്ക് എത്തും. ഈ കാര്യത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.